മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ? മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സേഫാക്കിയിട്ട് ഇരുന്നോളിട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാ വീട്ടമ്മമാർക്ക് ബേജാറാകാം, ഇതിൻ്റെ പരം വേറൊരു കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇതാക്കണം ഒരു അൺസഹിക്കബിൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം നേരെ ഇതാക്കണം ഒരു 5:45 ആയിക്കുന്നുണ്ട്. അപ്പം നേരത്തെ കാലത്ത് ഇപ്പം എന്താ ഇപ്പം സ്കൂളൊക്കെ തുറന്നപ്പോട്ട് നല്ല കുട്ടിയായോ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ. നല്ല കുട്ടിയായതല്ല, ഇതാക്കുന്നു കണ്ണം പോകുകയാണ് കേട്ടോ. ചൊവ്വാഴ്ചക്കത്തെ വീഡിയോ ആണിത്. തിങ്കളാഴ്ച ഓന് പോയിട്ടില്ലേന്നു. അപ്പോൾ തിങ്കളാഴ്ചയാണ് 2 ദിവസത്തെ ഒരു ലീവിന് ശേഷം തിങ്കളാഴ്ചയാണ് സാധാരണ പോകൽ. അപ്പോൾ ഇന്ന് ഓൻ പോയിട്ടില്ലെന്നും ബാങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ചയും കൂടി ലീവ് എടുത്തു. അപ്പോൾ അങ്ങനെ ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഓൻ ഇതാക്കണത് ഇന്ന് ചൊവ്വാഴ്ച പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓൻ പോണ അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ആയിട്ടാണ് വന്നതാണ്. അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്കുമ്പോൾ തോണ്ടാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നേരത്തെ കാലത്തൊക്കെ നീച്ച് ഒരിടങ്ങേറുണ്ട് കേട്ടോ. മൂപ്പര് പോകുകയാണെന്നും പറഞ്ഞപ്പോൾ ഒരിടങ്ങേറുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഓൾക്ക് ഇതാക്കണം ഓല ഭാവിയും കാര്യങ്ങൾക്കും സേഫാക്കാൻ വേണ്ടിയിട്ട് ഓല് ഇതാക്കണം ഇപ്പം തന്നെ നയിച്ചാലേ കിട്ടുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഇതാക്കണേ നമ്മളൊക്കെ പോലെ ഇതാക്കണം ആരുടെയെങ്കിലും അല്ല കുടുംബശ്രീക്കോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കൈയിട്ടിട്ടോ ആണല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മളെ കയ്യിലില്ല പൈസ കൊണ്ട് ഇതാക്കണ് ഓലൊക്കെ ഓരോ കാര്യങ്ങൾ ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും മറ്റുള്ള +1 അല്ലേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ ഒന്നുകൂടി ചൂട് കയറുകയാണല്ലോ. അപ്പോൾ അതിന് ഇപ്പം എൻ്റെ പഠിപ്പും കാര്യങ്ങളും ജോലി കയറുന്ന ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഓരോരുത്തർ ഇതാക്കണം ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ. കുറേ കഷ്ടപ്പാടാണെങ്കിലും മക്കളെന്താക്കണം നല്ല നിലയിൽ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അപ്പം നമ്മളാ ഒരു മാതിരി ഒന്നും അകല്ലേന്ന് വിചാരിക്കുന്നവരാണ് കൂടുതലും. അങ്ങനെ ഇതാക്കണം അപ്പാണ് നമുക്ക് ചീയപ്പാണുള്ളത്. ചീയപ്പം ചായയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവൻ ചായയൊക്കെ കുടിച്ചത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിലമ്പൂരിൽ ഇതാക്കണം 7 മണിക്കാണ് ട്രെയിൻ. ഇതാ പൊതുവേ ആ ഒരു ട്രെയിനിലാണ് പോകൽ. അപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെരിന്തൽമണ്ണ പിന്നെ ചെറുപ്പുളശ്ശേരി അങ്ങനെയാണ് പോകൽ. അപ്പോൾ ഇതാക്കണം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ചായയൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ ചായയൊക്കെ കുടിച്ചു. വലിയ കടിയൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. ചായ കുടിച്ച് ഇതാക്കണം അച്ഛൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ തുടക്കാലം ഇതാക്കണം തിങ്കളാഴ്ചയെ പോയിട്ടുണ്ട്. ഓന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓൻ തിങ്കളാഴ്ച പോയി. ഇവനിതാ ചൊവ്വാഴ്ചയാണ് കേട്ടോ പോകണം. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച വരുമോ അറിയില്ല. ഇനിയിപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെ ആയല്ലോ. അപ്പോൾ ചിലപ്പം വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ അതാ മൂപ്പര് ഓനെ കൊണ്ടാക്കാനായിട്ട് പോയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്നൊരു താത്തി കളിച്ചിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഉണ്ണിമോളും ഈ ഒരു നേരത്ത് ഇവിടെ ഇല്ല കേട്ടോ. ഓൾ അമ്മായിൻ്റെ അടുത്തേക്ക് വിരുന്ന് പോയതാണ്. ഓൾക്ക് തന്നെ സ്കൂൾ തുറക്കണ വരെയുള്ള ഒരു വിരുന്ന് നടക്കലൊക്കെ. അപ്പോൾ ഇതാക്കണം വലിയ നാത്തൂൻ്റെ അടുത്തേക്ക് വിരുന്ന് പോയതാണ്. ഉണ്ണിമോളും അച്ഛമ്മയും നാത്തൂനും ചെറിയ നാത്തൂനും പിന്നെ ഇതാക്കണം മൂത്തച്ഛൻ്റെ അച്ഛൻ്റെ കുട്ടികളൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇത് വലിയ നാത്തൂൻ്റെ അടുത്തേക്ക് വിരുന്ന് പോയതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയതാണ്. അപ്പോൾ ഓലൊക്കെ ഇതാക്കണം ഇന്നലെ പോയിട്ട് തിങ്കളാഴ്ച ഒരു ഉച്ചയോടുകൂടി ഓല് പോയിക്കണ്. പിന്നെ ഇന്ന് കണ്ണനും കൂടിയും പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ ആരും ഉണ്ടാവില്ല, ഞാനും കുഞ്ഞാറ്റി മൂപ്പരും കൂടിയും തന്നെ ഉണ്ടാകുള്ളൂ കേട്ടോ. ആകപ്പാടെ ഒരു വെറി കഴിക്കാറില്ല. എല്ലാവരും കൂടി പോയാൽ ആകപ്പാടെ ഒരു വെറി കഴിക്കാരം. അപ്പോൾ കുഞ്ഞാറ്റൊക്കെ കഴിക്കാറ് ഏറെ വെറി ഉണ്ടാകുക. കാരണം ആരും കൊത്താൻ ആരും ഇല്ലല്ലോ, വികൃതി കാട്ടാൻ ആരും ഇല്ലല്ലോ, തലങ്ങും വിലങ്ങും ആളില്ല. അപ്പോൾ ഓള് നീച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഓള് നീക്കുമ്പോഴത്തേന് ഞാൻ പുഴയിൽ പോയി വരട്ടെ എന്ന് ചോദിച്ചാണ്ട് വേഗം തലയിലെ എണ്ണയൊക്കെ ഇട്ടാണ്ട് നല്ല ചിലപ്പം കലക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പുതുവെള്ളമല്ലേ. അപ്പോൾ അതങ്ങനെയൊക്കെ ആകുമ്പോൾ ജലദോഷം വല്ലാതെ പൊടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെയൊക്കെ എണ്ണയൊക്കെ തേച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ചത്. അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, ആട്ടി കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മളാട്ടിയതല്ല, വേറെ ആരോ ആട്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ തേച്ച് ഞാൻ തുണിയൊക്കെ എടുത്ത് ബക്കറ്റിലാക്കി സോപ്പും പൊടിയൊക്കെ എടുത്തിട്ട് വേഗം പോകാൻ നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഏതായാലും ക്യാമറയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്നിപ്പോൾ വെയിലിൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ക്യാമറയൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. മഴ പെയ്യൂലെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ റോട്ടിലെ വെള്ളത്തിൽ KK ജോസഫിൻ്റെ വരയ്ക്ക് ഒരു ചാട്ടം ഞാൻ അങ്ങോട്ട് ചാടി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ വേഗം ഒന്ന് പോയി കുളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചപ്പം നമ്മളെ മലയൊന്നും കാണാനില്ല. ആരും എടുത്തു കൊണ്ടുപോയ പോലെ ഉണ്ട്. മലയൊന്നും കാണാനില്ല, മഞ്ഞ് കൊണ്ടിട്ട് നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങോട്ടേ ഇരുന്നിട്ട് ആ ഒരു മലമൊക്കെയായിരുന്നു മക്കൾ പോയിരുന്നിട്ട് നമ്മളെ ആമസോൺ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നില്ലേ. അപ്പോൾ ആ ഒരു മലൻ്റെ ആ ഒരു നെറുക്കി എന്നിട്ട് പോലും പോയിരുന്നത്. അങ്ങനെ ഇതാക്കണം ഞാൻ ഫോണൊക്കെ പൊടിച്ച് താങ്ങിയൊക്കെ പൊടിച്ച് നമ്മൾ ഒരു കയ്യിൽ ബക്കറ്റും ഒരു കയ്യിൽ ഫോണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്.
അങ്ങനെ പോയി ഏതായാലും നമ്മളിതാ പുഴയിൽ എത്തിക്കുന്നുണ്ട്. പുഴയിൽ ഇപ്പോൾ കുളിക്കാരൊക്കെ കമ്മിയാണ്. രാവിലെയും ചീഞ്ഞ മഴയത്ത് ആരും വരലില്ല കേട്ടോ. പോരാത്തതിന് വെള്ളം ഏറിയിട്ടുണ്ട്, കുറച്ച് കലക്കുണ്ട് കേട്ടോ, ഒരിത്തിരി കലക്കുണ്ട്. അപ്പം ഈ ഒരു നേരത്ത് ആരും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ക്യാമറയൊക്കെ പൊന്തിച്ച് വന്നതായിരുന്നു. പക്ഷെ അവിടെ ജമീൽ താത്ത കുളിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ച് അത് ഓഫാക്കി വെച്ച് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും വർത്താനൊക്കെ പറഞ്ഞ് ഞാനും താത്തിക്ക് വർത്താനം പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാക്കണേ. അതല്ലേ ഞങ്ങളവിടെ തിരിച്ചാത്തേ. ഞാൻ പോകണിഞ്ഞ പുഴയിൽ ഇതാക്കണം. ഇത്തിരി വെള്ളം ഏറിയിട്ടുണ്ട് കേട്ടോ, ഇത്തിരി കലക്കുണ്ട്. എന്നാലും വിഷയമല്ല, എല്ലാവരും ഇതാക്കണം. അക്കരെ ഇഷ്ടം പോലെ പാറമല്ല ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഉണ്ടാവും കേട്ടോ കുളിക്കാനായിട്ട്. പിന്നെ പട്ടിയാളുണ്ടേന്ന് നീർനായ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അക്കരെ, അങ്ങനെ കുരക്കനുണ്ടേന്ന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് വേഗം ഞാൻ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പരിപാടി എടുക്കട്ടെ എന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ പഞ്ചായത്ത്, ബാങ്ക്, അങ്ങനെ അക്ഷയ, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് പണിക്ക് പോയതുകൊണ്ട് തന്നെ എനിക്ക് വേണമല്ലോ പോകാനായിട്ട്, ആരെങ്കിലും ഒരാൾ പോകണ്ടേ. അപ്പം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലേ, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാനം, അത് ഇത് എന്ന് പറഞ്ഞ് കണ്ട് കുണാപ്പ് മുഴുവൻ വേണ്ടി വരും. അപ്പോൾ അത് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോകട്ടെ കേട്ടോ. അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു ഇജ്ജ് പോകണം, ഞാൻ പണിക്ക് പോകും കേട്ടോ, ഇനിയിപ്പോൾ വെറുതെ ഞാൻ പണി ലീവാക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പോണതിൻ്റെ മുന്നേ കുറച്ച് പണികൾ എടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് അപ്പാണ് ചുട്ട് കേട്ടോ. അപ്പത്തേക്ക് ഇതാക്കണ് മൂപ്പര് ഓനെ കൊണ്ടയാക്കി, കണ്ണനെ കൊണ്ടയാക്കി പോന്നപ്പോൾ ബീഫ് വാങ്ങിയിരുന്നു. പിന്നെ കുഞ്ഞാറ്റക്ക് അപ്പം വേണ്ട, ബീഫും ഓൾ തിന്നൂല, ഓൾക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഇളകുകൊണ്ട് ഓൾ അത് തിന്നൂല. അപ്പോൾ അപ്പത്തേക്കാണെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഓൾ പറഞ്ഞു പഴം ഉണ്ടെങ്കിൽ അത് പുഴുങ്ങിക്കളി എന്ന് പറഞ്ഞ്. അങ്ങനെ ചോറിന് അരിയിട്ടാണ്ട് പഴം അടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ബീഫായിരുന്നു രാവിലെ. ഇന്നലെ അന്തിക്കത്തെ ബീഫൊക്കെ തന്നെയാവും, രാവിലെ തന്നെ ബീഫ് വെക്കേണ്ട ഒരു ഇതില്ലല്ലോ ഹോട്ടലിൽ, അത്രയും നേരത്തെയല്ലേ ഒരു പോയത്. അങ്ങനെ ഇതാക്കണ് ഞാൻ ബീഫും ചായയും അതേമാതിരി നല്ല 2-3 അപ്പം കൂട്ടി തിന്നു അടിപൊളിയായിട്ട്. ആ ഒരു ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാകണം കുഞ്ഞാറ്റയും കൂടി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മളെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കുറേ ഒരുവിധ പണികളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു 9:45 ബസ്സിനേക്കും പോകണം എന്നുണ്ട് കേട്ടോ, എന്നാലേ കുറച്ച് നേരത്തെ അങ്ങോട്ട് എത്തുള്ളൂ. അതിന് മുന്നേ ചോറും കൂട്ടാനും അടിച്ചു വരലും തുടക്കലും പറഞ്ഞായിരിക്കും ഒരുവിധ പരിപാടി കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ വരുമ്പോഴത്തേനൊരു ക്ഷീണമാവും. വെയിലൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ നമ്മൾ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേനൊരു ക്ഷീണമാവൂലേ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വേഗം ചോറ് കൂട്ടാൻ വെക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു നേരം എന്താ കുഞ്ഞാറ്റൻ തന്നെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു മഴ പെയ്തത്. മഴയാണെങ്കിൽ മക്കൾ പോകാൻ നേരത്ത് ഇതാക്കണം, ഇതുവരെ ഇല്ലാത്തൊരു മഴ എവിടെ നോക്കിയോ മണ്ടി കൂടി വരുന്നതാണല്ലേ. അതേമാതിരി തന്നെ സ്കൂൾ വിടുമ്പോഴും ഈ ഒരു മഴ ഉണ്ടാവുമല്ലോ അല്ലേ, അതുപോലെ നനക്കാനായിട്ടൊരു മഴ വരലുണ്ട്. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് ഓള് സ്കൂളിൽ പോയിട്ടുണ്ട്. ഒരു 9:30 ആയപ്പോൾ ഓള് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 50-നാണോ 9:50 ഇപ്പോൾ ബസ്സുള്ളത്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് വെറുതെ കണ്ടല്ലോ വേഗം അടിച്ചു വാരി ഇടാന്നുള്ളത്. ഇന്നിപ്പോൾ ഏതായാലും അടിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ, തുടക്കൽ പിന്നെ ആകാമെന്ന് വിചാരിച്ച്. നാളെയൊക്കെ തുടക്കാലോ, ഇപ്പോൾ വലിയതായിട്ട് പെരന്ന് കിടക്കണമൊന്നുമില്ല. ഏതായാലും നാളെ മറ്റന്നൊക്കെ തുടക്കാലും ചേച്ചിട്ട് ഇന്ന് വേഗം അടിച്ചു വാരിയിടട്ടെ. ഇപ്പോൾ പോണേന് മുന്നേ 3:45 പണിയാണ് കഴിച്ചു പോയാലൊരു സമാധാനം ഉണ്ടാകുമല്ലോ അല്ലേ. അല്ലെങ്കിൽ പിന്നെ അങ്ങാടി കൂടെയൊക്കെ തിരിഞ്ഞ് വന്ന് അക്ഷയയിലും ആ ബാങ്കിലൊക്കെ കയറി വരുമ്പോഴത്തേന് തന്നെ ഒരു മടിയാവും, ഭയങ്കര മടിയാവും. ഒന്ന് വെറുതെ ഇരുന്നാൽ മതി എന്നുള്ളൊരു തോന്നലേ. അപ്പോൾ ആ ഒരു തോന്നൽ വരുത്തണമെങ്കിൽ ആദ്യം ഇതാക്കണം, നമ്മൾ പോണേൻ്റെ മുന്നേ തന്നെ എല്ലാ പണികളും ഒന്ന് ഒതുക്കി വെച്ച് പോയാൽ, എല്ലാം കൂടി തീർക്കാനല്ല ഒതുക്കി വെച്ച് പോയാലൊരു സമാധാനമാണല്ലോ. അങ്ങനെ ഇതാക്കണ ഓക്കും തന്നെ ഒന്ന് നേരം വൈകിട്ട്, കുഞ്ഞാറ്റക്ക് നേരം വൈകിട്ടുണ്ട് നീക്കാനായിട്ട്, ഇത്തിരി നേരം വൈകി. അപ്പോൾ ഒരു കച്ചറാക്കിയിട്ടാണ് ഓളെ റൂം കിടക്കണുള്ളത്. അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാകുമ്പോൾ ചേച്ചിയാണ് മടക്കി വെക്കലൊക്കെ, അത് പുതപ്പും ഒക്കെ മടക്കി വെക്കൽ ഓളെടുത്ത് കേടെടുത്തിട്ട് ഓൾ തന്നെയാണ് മടക്കി വെക്കലൊക്കെ. ഇന്നിപ്പോൾ ഏതായാലും നേരമില്ലാത്തതുകൊണ്ട് ഓള് മോടിപ്പോഞ്ഞ് പോയി. ഇനി ബാക്കിയെല്ലാം കൂടി ഞാൻ എടുത്ത് വെക്കട്ടെ ചേച്ചി, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് പോയി വരുമ്പോഴത്തേന് എനിക്ക് ആകപ്പാടെ തലപ്രാന്ത് വരലാവില്ല ഇത് കാണുമ്പോക്കിന്. അപ്പോൾ കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ട്. തുടക്കാൻ ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, തുടക്കണ വിഷയത്തിൽ ഞാൻ ഒരു 0 മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇല്ല, അന്ന് തുടപ്പില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മടക്കിയൊക്കെ കണ്ടിരുന്നു, അതും കൂടി മടക്കട്ടെ. സമയം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ക്ലോക്കൊക്കെ നോക്കുമ്പോൾ ഒരു ബേജാറ് വരില്ല കേട്ടോ, സമയമാകുമല്ലേക്ക് ബസ് കിട്ടുമോ, അല്ലെങ്കിൽ തന്നെ ബസ്സിൽ പോകണം, അല്ലെങ്കിൽ തന്നെ ഭ്രാന്താണ്. അപ്പോൾ ബസ് കിട്ടുമോ എന്നൊരു ബേജാറോട് കൂടിയാണ് ഓരോ പണികളും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് വന്നു, കറി ആയിട്ടോ. കറി എന്ന് പറയാനൊന്നുമില്ല, 2 ഉള്ളിയും 2 കിഴങ്ങും 1 തക്കാളി ഉണ്ടായിരുന്നു, അത് സാമ്പാർ പൊടി ഇട്ടാണ്ട് ഒറ്റ വെപ്പാണ് വെച്ച്, അത് തന്നെയാണ് കറി കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കാച്ചാനായിട്ട്, ഇനിയിപ്പോൾ വന്നിട്ട് കാച്ചാൻ വിചാരിച്ചു. പിന്നെ കറി വറവ് ഇട്ടിട്ടില്ല കേട്ടോ, അതൊക്കെ വന്നിട്ട് ആക്കിയാൽ മതിയല്ലോ. അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് ചോറ് കൊടുക്കണം.
കൊടുക്കണം. അതപ്പം മെയിൻ വിഷയം കേട്ടോ. അപ്പോൾ വേഗം പോയാലല്ലേ വേഗം തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വല്ല അക്ഷയേൻ്റെ ഒക്കെ കാര്യമാണ്, വല്ല കറണ്ടൊക്കെ പോയി ജാമൊക്കെ ആയി നിന്നാലും ഒക്കെ പാടൊരു സുയിപ്പല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പണികളൊക്കെ ഒരുക്കിയിട്ട് വണ്ടി പോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം ഇടയ്ക്ക് വന്നിട്ട് ഫോണിൽ സമയം നോക്കണത് അപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാ ഒരു പണികളും എടുത്തു പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പകുതി മുക്കാലെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചാൽ പോയ ഒരു സമാധാനമായി. കാരണം എവിടേക്ക് പോകുകയാണെങ്കിലും എവിടേക്ക് ഇറങ്ങി പോകുകയാണെങ്കിലും ഇതാക്കണ് പകുതി മുക്കാൽ പണികളൊക്കെ എടുത്ത് വെച്ച് പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ, ഒരു സമാധാനമാണല്ലോ അല്ലേ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇത് ഒരുവിധ പണികളൊക്കെ ഒരുക്കണം. ഇനി കുറച്ച് പാത്രം കൂടി കഴുകാനായിട്ട്, ചോറ് ഊറ്റിയതും ചായ കുടിച്ചതും അപ്പം ഉണ്ടാക്കിയതും അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കണ്ണനെ വിളിച്ചെന്ന് അപ്പോൾ ഓൻ അവിടെ എത്തി. അപ്പോൾ ആശുപത്രിയിൽ കയറാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഫോൺ വെച്ചു കിട്ടോ. അങ്ങനെ അതും കൂടിയാണ് കേട്ടപ്പോൾ ചെറിയൊരു സമാധാനമായി. കാരണം ഒറ്റക്കാണ് മൂപ്പര് പോയത്, അല്ലെങ്കിൽ ഓനും തുണക്കാനും കൂടിയല്ലേ പോല്. ഇന്നിപ്പോൾ ഏതായാലും ഒറ്റയ്ക്ക് പോയപ്പോൾ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ചെക്കനൊക്കെ ആയാലും 18 വയസ്സായതല്ല, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലിപ്പോൾ ഒരു ബേജാറുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ഒരു ബേജാറില്ലാതെക്കൂലല്ലോ. പിന്നെ ഓൻ വിളിച്ചപ്പോൾ പകുതി ഒരു സമാധാനമായിട്ട് ചെറിയൊരു സമാധാനമായി. ഇനിയിപ്പോൾ സമാധാനക്കേട് ഇതാക്കണം ബാഗിക്ക് പോലും അക്ഷയക്ക് പോലാണ്. ഒന്നാമത് ഇതാക്കണം നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് വലിയ ശീലമല്ല കേട്ടോ. കുറേ ആയി ഒറ്റയ്ക്ക് പോയിട്ട്. മൂപ്പരപ്പം പോകുക, പഞ്ചായത്തേക്കാണെങ്കിലും മൂപ്പരപ്പം പോകുക ഒക്കെ ശരിയാക്കുക എന്നല്ലാതെ നമ്മളായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ടില്ല, ഒരു പരിചയമല്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു തപ്പിപ്പുറത്താണ് അവിടെ എത്തുമ്പോഴും ബാങ്കിലെത്തുമ്പോഴും ഏത് പേപ്പർ എടുക്കണമെന്ന് എന്ത് എഴുതി കൊടുക്കണം എന്നൊരു തപ്പിപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാലോ. പിന്നെ ഇതാക്കണ എല്ലാ കാര്യത്തിനും എപ്പോഴും എല്ലാവരും നമ്മളെ ഒപ്പം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട എപ്പോഴും ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് നേരിട്ട് തന്നെ വേണമല്ലോ. അപ്പം ഞാൻ തന്നെ അതിൻ്റെ ചവിട്ടുപടിയായിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കാട്ടോ. അപ്പം നമുക്ക് ഇതാക്കണം ഫോണത്തെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ കഴിയൂലെങ്കിലും ഏകദേശമൊക്കെ നമുക്ക് പറയാൻ കഴിയും കേട്ടോ. പിന്നെ ഈ ഒരു ബാങ്ക്, അക്ഷയ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ അങ്ങനെ പോകാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല കേട്ടോ. ഏതായാലും ഞാൻ അവിടെ എത്തി, അക്ഷയയിൽ ചെന്നു. പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കൊടുക്കാണ്ടിരുന്നു രണ്ടാക്കും. അത് കൊടുത്തു, വരുമാനം കൊടുത്തു, അതൊക്കെ കൊടുത്ത് പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതാക്കണ മെസ്സേജ് വരും, അപ്പോൾ വന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി. അവിടെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിയാക്കി തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ വേറൊരു ബാങ്കിൽ പോയി, ഗ്രാമീൺ ബാങ്കിൽ പോയി. അതിൽ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൈസ അടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോന്നു. അപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ എന്താക്കണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബസ്സും കിട്ടി. ബസ് ഇതാക്കണം കുറച്ച് നേരം ഇവിടെ നിർത്തിയിടും കേട്ടോ. അപ്പോൾ അങ്ങനെ പമ്പിൽ കുറച്ച് നേരം നിർത്തിയിട്ട് അവിടെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ എന്താ ഒരു താത്ത ഉണ്ടായിരുന്നു അവിടെ, അതിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. പിന്നെ ഇത് ബസ് എടുത്തു. ഇതാണ് നമ്മളെ കുഞ്ഞാറ്റിൻ്റെ സ്കൂൾ കേട്ടോ. അപ്പോൾ ഓളെ സ്കൂളൊക്കെ നിന്ന് വീഡിയോ എടുത്തു. ബസ്സിൽ വലിയ ആൾക്കാരൊന്നുമില്ല. ഇങ്ങൾ തിരിച്ച് പോന്നപ്പോൾ ഇതാക്കണം 11 മണിയായിട്ടോ. നമ്മൾ 9:45 ബസ്സിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ 11 മണിയായോ. അപ്പം ഞാൻ വിചാരിച്ച മാതിരിക്കൊന്നല്ല, ഈസി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഒത്തുരിപ്പിച്ച് വെച്ചപ്പം നമ്മൾ അക്ഷയയിൽ പോയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ബാങ്കിൽ പോയപ്പോഴും ഞാൻ പിന്നെ ഓരോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. അങ്ങനെ ഞാനിതാക്കണം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. നല്ല രസമാണ്. ബസ്സിൽ പോരാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10 മിനിറ്റും കൂടി അങ്ങോട്ട് അയാൾക്ക് ഛർദ്ദിക്കാൻ വന്നു കേട്ടോ. അതിന് പിന്നൊരു കാര്യമില്ല, ഈ രാവിലെ തന്നെ ബസ്സിൽ പോരുമ്പോഴും ഒരു ഛർദ്ദിക്കാൻ വരലുണ്ട് കേട്ടോ. പിന്നെ ഈ ചീച്ചിമഴയാകുമ്പോൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ബസ്സിൻ്റെ സ്മെല്ലൊന്നും അടിക്കാൻ പറ്റൂല, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഞാൻ ഏതായാലും കടിച്ച് പിടിച്ച് ഇരുന്ന് ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ബസ്സിലത്തെ പാട്ട് എന്ന് പറയുകയാണെങ്കിൽ പഴയ പാട്ടേന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ആ ഒരു ഫീൽ ഇതാക്കണം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇതാക്കണം നമ്മളെ ഫോണിൽ കേൾക്കണമെങ്കിൽ ആ ഒരു ഫീൽ കിട്ടൂലല്ലേ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ബസ്സിലത്തെ യാത്ര ഒരു രസമൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇടക്കും നിലയ്ക്കാവും പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആറാമാണ് ഒക്കെപ്പാടെ ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു കുഴക്കും ക്ഷീണമൊക്കെ വരും. പിന്നെ എന്താക്കണം നമ്മളെ വീട്ടിലെത്തി. പിന്നെ അവിടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പനോടും കുറുന്തോട്ടീനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തിയപ്പോൾ 11-12 മണി ആയിക്കണം കേട്ടോ. 11:30 നമ്മളിവിടെ വന്ന് ഇറങ്ങി. 1 മണിക്കൂറോളം അവിടെ വന്ന് വർത്താനം പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നേരം കുറച്ച് പേപ്പറൊക്കെ വലിച്ചിട്ടിട്ടാണ് പോയത് കേട്ടോ. കുറേ ഒരു പേപ്പർ കാണാനില്ലായിരുന്നു. അക്ഷയക്കല്ലേ പോകണം. അപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുക അറിയില്ലല്ലോ. അപ്പോൾ റേഷൻ കാർഡ്, ആധാർ അങ്ങനെ പറഞ്ഞ ഒരു വിധ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ഞാൻ കട്ടിൽമതിൽ വലിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇതാക്കണം കറിയിൽ വറവിട്ടിട്ടില്ലേന്നല്ലോ. അപ്പോൾ അതൊന്ന് വറവിടാൻ നിൽക്കട്ടെ. പിന്നെ പപ്പടം കാച്ചാണ്ട് വന്ന പാടെ ഞാൻ വെള്ളം കേട്ടോ കുടിച്ചത്. നല്ല ഉഷാറായിട്ട് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ ഈ മഴയാണ് പറഞ്ഞിട്ട് അല്ല, വെള്ളം കുടിയിൽ കമ്മി വന്നാലുണ്ടല്ലോ പിന്നെ വയറിന്
ആളെ കളിയാക്കി ഒരു വേദന വരുത്തം വരാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം വന്ന മാടി ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ഇനിയിപ്പം അടുത്ത പണി നോക്കട്ടെ വെച്ചിട്ടാണ്, നമുക്ക് വന്നാലും ഇല്ല ഒരു ഒഴിവ് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വേഗം കറിക്ക് വറവിടട്ടെ. നമ്മളെ ഒരു സാമ്പാർ പോലത്തെ ഒരു കറി ഉണ്ടല്ലോ, ആ ഒരു കറിക്ക് വറവിടട്ടെ വെച്ചിട്ടാണ്. പിന്നെ മുട്ടയോ മീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മീൻ തീരല്ല കേട്ടോ, മീൻകാരൻ തന്നെ വരലില്ല. ഇപ്പോൾ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് മീൻകാരന് വരലില്ല. അപ്പോൾ ഞാൻ പീടിയെന്ന് മുട്ട വാങ്ങണം എന്ന് വിചാരിച്ചൊന്നും അതും മറന്നിക്കണ്. ഇനിയിപ്പോൾ പപ്പടം വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പപ്പടമാണെങ്കിൽ മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ആരും അങ്ങനെ ചോറ് തിന്നാനില്ലല്ലോ, ഞാനും മൂപ്പരല്ലാതെ വേറെ അല്ല. അപ്പോൾ പണിക്കൊക്കെ ഇതാ ചോറ് കൊണ്ടു കൊടുക്കണം. ആ ഒരു ഇതിലാണ് ഇപ്പം ഞാനില്ലേ. ഇനി അതുകൂടി കഴിഞ്ഞാലൊരു സമാധാനമാണ്. ഒരു ഭാഗത്ത് കുത്തിരിക്കല്ല, നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ വീണ്ടും ഇത് എത്തിക്കണമെന്ന് അപ്പോൾ ചുരുക്കം പറയാനുള്ളത്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പപ്പടം കാച്ചി അതിൽ കഴിഞ്ഞാൽ മൂപ്പർക്ക് ചോറ് കൊണ്ടുകൊടുത്തു. മണ്ടി വന്നിട്ട് കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഞാനും കുറച്ച് ചോറ് തിന്നിട്ടോ. പിന്നെ ടാങ്ക് നിറക്കണ പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാങ്ക് നിറച്ചിട്ടില്ലെങ്കിൽ അറിയാലോ ഭയങ്കരമായിട്ട് വേദന വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ടാങ്ക് നല്ലപോലെ നിറക്കണം. അങ്ങനെ ചോറീറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഉസാറായിട്ട് ചോറൊക്കെ തിന്ന് പിന്നെ ഞാൻ ഫാന് ഇടാൻ നിന്നപ്പോൾ കറണ്ടില്ല കേട്ടോ, തീരെ കറണ്ടില്ല. അപ്പോൾ ഞാൻ എന്താ ആട്ടം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. ഉറക്കാണെങ്കിൽ വരണമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണനൊന്ന് മെസ്സേജ് അയച്ചപ്പോൾ ചോറ് തിന്നിട്ടില്ല, 2:30 ആയിട്ടും ചോറൊന്നും തിന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആശുപത്രിക്കാരിയാണല്ലോ, നമ്മൾ ആ ഒരു വീട്ടിൽ നിൽക്കണമായിരിക്കല്ലല്ലോ, ആ ഒരു നേരത്തിനും കാലത്തൊന്നും തിന്നാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഏതായാലും ഓനൊക്കെ വിളിച്ച് ഒരു സമാധാനമാക്കി ഇങ്ങനെ നിന്ന്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യും എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് കറണ്ട് വന്നിട്ടോ. അതിൻ്റെ ഇടയിൽ അതിലാണ് ഇപ്പോൾ ഈ ഒരു ബുക്കിനെ കണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ബുക്ക് വേണം കേട്ടോ. ആദ്യമൊക്കെ ഈ ഫോണൊക്കെ വരുന്നതിൻ്റെ മുന്നേ എനിക്ക് ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടിയാൽ മതി, ഇങ്ങനെ വായിച്ച് അങ്ങനെ പോകും. പണ്ടൊക്കെ വനിതയായിരുന്നു കേട്ടോ, വനിത അങ്ങനെ വായിക്കും. നമ്മളെ സുധീർ സ്ലോക്ക് ഉണ്ടല്ലോ, ചേച്ചി വാങ്ങും കേട്ടോ വനിത. അപ്പം ചേച്ചി വനിതയും വാങ്ങും, ഞാനിതാക്കണ് ഗൃഹലക്ഷ്മിയും വാങ്ങും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് വായിക്കും. അങ്ങനെയാണ് പരിപാടി. പിന്നെയാണ് ഇപ്പോൾ ഫോണൊക്കെ വന്നത്. അപ്പോൾ വായന പറ്റ കുറഞ്ഞല്ലോ. അപ്പോൾ എന്താ ഇപ്പോൾ ഈ നീട്ടി കാണിക്കുന്ന വയ്ക്കുക, ഒരു ദിവസം ഒരു ശരീരത്തിൽ എത്തേണ്ട പ്രോട്ടീന് കാൽസ്യം അതും ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ സൂക്കട് ഏറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാക്കണം, തമ്മനേലില്ല ആ ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഇരുന്നിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ റെഡിയായി കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോൻ്റെ ബാക്കിലുള്ള ഭാഗങ്ങളൊക്കെ. അപ്പം നമ്മളെ വീഡിയോ ഇത് എത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ബോറടിപ്പിക്കില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ. ബൈ ബൈ.